ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് പിസ്സയാണ്. വളരെയധികം സിമ്പിളായിട്ട് നല്ല ടേസ്റ്റ് ഏറിയ ഒരു പിസ്സയാണ് കേട്ടോ. നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്നായിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റംസാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു ഐറ്റംസും കൂടിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാനിതാ ഒരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ വേണ്ടിയത് 10 ബ്രെഡാണ്. അതിന് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല, ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും. ഞാൻ ബ്രെഡൊക്കെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ബ്രെഡിൻ്റെ 4 സൈഡിലുള്ള ഉണ്ടല്ലോ, അതൊന്നും കളയേണ്ട ആവശ്യമില്ല. അതും കൂടിയിട്ട് ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നമുക്കൊരു ടീസ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താലും മതി. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, അതേപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെന്താ വെച്ചാൽ ഈ ബ്രെഡിന് ചെറിയൊരു മധുരിപ്പ് ഉണ്ടാവുമല്ലോ, അതൊന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കട്ടെ, അത് ഓപ്ഷണലാണ്, ഞാൻ ഇട്ടിട്ടില്ല, നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം. ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് പാലും ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റിൻ്റെ ഹാഫ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കലാണ്. നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഇട്ട് കൊടുത്തിട്ട് ഇതിൽ നന്നായിട്ട് കുതിർന്ന് വരണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ടീസ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടോട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നന്നായിട്ടൊന്ന് കുതിർന്നിട്ട് ഇങ്ങനെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെക്കലാണ്. അതിനനുസരിച്ചിട്ടുള്ള കുറച്ച് പാല് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൽ എന്താ പറയുക, ഈ ബ്രെഡെല്ലാം ഈ പാലിൻ്റെ മിക്സിൽ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം കേട്ടോ. ഇതേപോലെ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പിസ്സയിലേക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആക്കലാണ്. ഡീപ്പായിട്ടുള്ള ഫ്രൈ ആക്കൽ വേണ്ട കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിസ്സയിൽ ഇങ്ങനെ ജസ്റ്റ് കടിച്ച് കഴിക്കേണ്ടതല്ലേ, അങ്ങനെ നമ്മൾ സാധാ കായം പരട്ടിയിട്ട് പൊരിക്കൂലേ, അതേപോലെ പൊരിക്കലാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയുള്ള വെജീസ് എല്ലാം കട്ട് ചെയ്യലാണ്. ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല, തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു, അതും കട്ട് ചെയ്തെടുക്കലാണ്. അതേപോലെ തന്നെ ക്യാപ്സിക്കം, അതും ഫുള്ളായിട്ടൊന്നും വേണ്ടി വന്നില്ല, ഒരു ഹാഫാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യണം നല്ലത്. ഇതിപ്പോൾ വീട്ടിൽ വലിയ ചെറിയ മക്കളൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളകും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം, അതേപോലെ തന്നെ തക്കാളി, പച്ചമുളക്, ഈ ഒരു 3 ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇത് നല്ല സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ. കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് അല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ അടിപൊളി ഒരു ഐറ്റംസും കൂടിയാണ് കേട്ടോ. പിന്നെ അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ. പിന്നെ ഇതിലുള്ള ഐറ്റംസൊക്കെ നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയുള്ള സാധനങ്ങളാണ്. പിന്നെ ചീസാണ് ആവശ്യമുള്ളൂ, അത് മാത്രമേ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടല്ലോ, അതൊരു പാനിലേക്ക് കുറച്ച് എന്തെങ്കിലും ഒരു ഓയിൽ അതൊന്ന് തടവി കൊടുത്തിട്ട് ഈ മിക്സ് എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരേ ഒരു ലെവലിലേക്കായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം. കാരണം എല്ലാ ഭാഗത്തും ഒരുപോലെ വെന്ത് വരണമല്ലോ, അങ്ങനെ ഒന്ന് സെറ്റാക്കി വെക്കലാണ്. അതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഏകദേശം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച്, എന്നിട്ട് നമ്മൾ അതിൻ്റെ മീതേക്ക് സോസും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ചീസും കൂടിയിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം, തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പച്ചമുളകും, അതും കൂടിയിട്ട് അതിൻ്റെ മീതേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ അങ്ങനെ കരിഞ്ഞ് പോകും. എന്നിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കലാണ്. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ പിസ്സ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ റെഡി ആയിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റേറിയ
അത്രയും സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റംസും കൂടിയാണ്. ഇതിൽ ചീസൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് മെൽറ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കണ പോലെയല്ല, പക്ഷെ അതിലും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും. അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം വീട്ടിലുണ്ടാക്കിയപ്പോൾ വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമായ ഒരു ഐറ്റംസും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഷെയർ ചെയ്യാൻ കാരണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതെല്ലാവരും ഉണ്ടാക്കാറൊക്കെ ഉണ്ടാവും, ഹോം മെയ്ഡ് അല്ലേ, പക്ഷെ ഉണ്ടാക്കാത്തവർക്കാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇഷ്ടമാവണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഒരു വീഡിയോവുമായിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.